நமது ஜெபம் டிவியில் ഉയരുള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ. പകൽ പരിശുദ്ധാത്മാവ് ഇത് ക്രൈസ്റ്റ് ജനറേഷൻ അത് പറയുന്ന എന്തിനുണ്ടാന്നറിയാമോ? ഇതിനകത്ത് ഈ തലം ഇന്ന് പകൽ തുറക്കാൻ പോകുകയാണ്. இன்னைக்கு கிரைஸ்ட் ஜெனரேஷனோடு இது ஏன் கர்த்தர் சொல்கிறார் என்று சொன்னால் இந்த ஒரு ஆவிக்குரிய மண்டலம் கிரைஸ்ட் ஜெனரேஷனுக்காக கர்த்தர் திறக்கிறார். ഇതിനകത്ത് ഇങ്ങനെ ഒരു റിലം ഇന്ന് പകൽ തുറക്കുക. പിടിക്കേണ്ടവർ ആഗ്രഹിക്കേണ്ടവർ അതിനെ ചാടി പിടിച്ചു തുടങ്ങിക്കോ. ஆமென். இன்னைக்கு அதை பெற்றுக்கொள்ள வேண்டியவர்கள் அதை பிடித்துக் கொள்ளுங்க. இப்படி ஒரு ஆவிக்குரிய மண்டலம் கிரைஸ்ட் ஜெனரேஷனுக்காக. Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ധാരാളമായിട്ടുണ്ടാകട്ടെ. യെശയ്യാ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ വാക്യത്തിനകത്ത് ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം പറഞ്ഞു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും യഹോവയുടെ പ്രസാദവർഷം അറിയിക്കുവാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പറയുക, ഹൃദയം തകർന്നവരെ മുറികെട്ടുക. തകർന്നു പോയ ഹൃദയങ്ങളെ വീണ്ടും ആ മുറിവുകളെ ഉണക്കി അവരെ ബലപ്പെടുത്തി കൊണ്ടുവരുന്ന നല്ലൊരു കർത്താവായ യേശു ക്രിസ്തു നമുക്കുണ്ട്. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ കണ്ണൻ ബ്രദർ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ബ്രദറിൻ്റെ ലൈഫിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നത്? ആ സാക്ഷ്യമെന്ന് ഞങ്ങളോട് സംസാരിക്കാം. എനിക്ക് கொஞ்சம் என்னுடைய பொருள்கள் எல்லாம் நஷ்டமாக இருந்தது. வண்டி இதெல்லாம் ஓட்டுனே நஷ்டமாச்சு. என் பேரில் பல பிரச்சனைகள் இருந்துச்சு. இப்போ எனக்கு எதுக்கு செத்தரணும் அவங்களோட முடிவில் தான் இருந்தேன். நான் என் பேரில் எனக்கு குத்தஞ்சமத்தவங்க பேரில் எழுதி வச்சு நான் சூசைட் பண்ண போனேன். சூசைட் பண்ண போகும்போது பார்த்திங்கன்னா அந்த டைம் எனக்கு ஏசப்பா என் மேலே தொட்டாங்க. அந்த ஒரு நொடியில் நான் டேமில் விழுந்து செத்துறலான்னு பார்த்தேன். அதுக்குள்ளே ரெக்கார்டிங்லாம் எடுத்து வச்சு எல்லாருக்குள்ளே பேரை எழுதி வச்சுட்டு தான் நான் ரெக்கார்டிங் பண்ணிவிட்டு சாட போனேன். அந்த நேரம் என் அண்ணங்குள்ள வைஃப் அவங்க என்னை காப்பாற்றினாங்க. வீட்டுக்கு போன உடனே அப்போ எங்கேயாச்சும் கொண்டு போகணும் அப்படின்னு அவங்க വേറെ വിധமாக നിനച്ചാங்க. വേറെ ലൈഫിനെ കുറിച്ച് ബ്രദർ പറയുന്നത്, ജീവിതം മുഴുവൻ തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ലേഖനം പറയാം, ഒരു കേസ് കയറി വന്നു. അത് ബ്രദർ ചെയ്ത തെറ്റല്ലായിരുന്നു. അത് നാളുകളല്ലേ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരുന്നു. ഒരു കൊല്ലമായിട്ട്, ഒരു വർഷമായിട്ട് കോടതിയിൽ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തകർന്നു, ജീവിതം മടുത്തു. ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. ആത്മഹത്യ ചെയ്യാൻ പോയി അവിടെ മരിക്കുന്നിടത്ത് വെച്ച് തന്നെ അദ്ദേഹം ഒരു
വീഡിയോ എടുത്തു അല്ലേ? അത് ഒരു എല്ലാം വെച്ചിട്ട് സെല്ലിനകത്തൊരു വീഡിയോ എടുത്തു. പക്ഷേ അന്നും മരിക്കാതെ കർത്താവ് യേശു ബ്രദറിനെ അവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു. 3ാം ട്രിപ്പ് ഞാൻ മരിക്കുന്നത് 3ാം ട്രിപ്പ് പോയതോ. ആ ആദ്യം ഞാൻ മറയൂരിൽ ജീവിച്ചുകൊണ്ടിരുന്നു. മറയൂരിൽ വെച്ചാണ് എൻ്റെ പേരിൽ അന്നുള്ള കേസ് വന്നായിരുന്നു. അവിടെ കോയിൽക്കടവ് പാലത്തിലിരുന്ന് താഴോട്ട് 100 അടിയുടെ ആഴമുണ്ട്. അതിലൊന്ന് ചാടിയിട്ടും എന്നെ കർത്താവ് എന്നെ രക്ഷപ്പെടുത്തി. 100 അടി താഴേക്ക് ചാടിയായിരുന്നു. ആ ആറ്റിൽ, ആ മറയൂർ എന്ന് പറഞ്ഞ ആറ്റിൽ വന്നിട്ട് കോയിൽക്കടവ് ഭാഗത്തില് ആ വെള്ളത്തിലെ കാല് വെച്ച് സ്ലിപ്പായി പോയാൽ ആരും ഇത് ജീവനോടെ ഉണ്ടായിട്ടില്ല. ഞാൻ മുകളിലൊന്ന് താഴോട്ട് ചാടിയത്. ആ പാലത്തിൽ നിന്ന് മുകളിലൊന്ന് താഴെ ചാടിയിട്ടും എനിക്ക് ഒരു ചെറിയ പൊട്ടൽ കൂടിയില്ല. ഓക്കെ. ബ്രദർ പറയുന്നത് 100 അടി താഴ്ചയിലേക്ക് ചാടി, വെള്ളത്തിലേക്ക് ചാടി, പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ യേശു അവിടെ സംരക്ഷിച്ചു. എന്നിട്ടും വീണ്ടും ആ തകർച്ചയിലായതുകൊണ്ട് വീണ്ടും ആത്മഹത്യ പ്രവണത ജീവിതത്തിലുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആ ചിന്തയ്ക്കകത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയെക്കുറിച്ച് ബ്രദർ കേൾക്കുന്നതല്ലേ? അന്നേരം എൻ്റെ അണിയനൊരു ഇതൊക്കെ ചെയ്യും. അവർ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയെക്കുറിച്ച് സംസാരിച്ചു. അപ്പം അവിടെ ചെന്നിട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കുറ്റി നിനക്ക് ഒന്നും പറയാൻ പാടില്ല, എനിക്ക് നാണക്കേടാകുന്നുണ്ട്, എൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടപ്പോഴാണ് എന്നെ അവിടെ കൊണ്ടുവന്നു. കാരണം ബ്രദർ പറഞ്ഞത് കൂടെ കൊണ്ടുവന്ന് വിട്ട ആളോട് ബ്രദർ പറഞ്ഞിരുന്നു, എൻ്റെ കേസിനെ പറ്റി ഒന്നും പറയരുത്, എനിക്കത് നാണക്കേടാകും, അതുകൊണ്ട് അത് ആരോടും സംസാരിക്കരുത്, പള്ളിയിൽ പോയാലും ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞാണ് അവിടെ വന്നത്. അതെ. അപ്പം അന്നേരം തന്നെ പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ട് എന്ന് പാസ്റ്റർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് റിവീൽ ചെയ്തു. കേസിൽ നിന്ന് കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ബ്രദറിൻ്റെ ആത്മഹത്യ, ആ ദുരാത്മാവിൽ നിന്ന് കർത്താവ് ബ്രദറിനെ രക്ഷിക്കുക എന്നു ഞാൻ ബ്രദറോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് വന്നിട്ട് പണിയെടുക്കാൻ പറ്റില്ല. എനിക്ക് വണ്ടി ഇത് ആയുസുള്ള ഇത് 95 ടിച്ചാ. ഇതിനകത്ത് ഞാൻ വീട്ടിൽ കിടക്കുന്നപ്പം എനിക്ക് 2 തലകാണി വെച്ചാണ് ഞാൻ കിടക്കുന്നത്. അപ്പം അന്നേരം വന്നിട്ട് എനിക്ക് ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ഡോണി പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എൻ്റെ നടുവിൻ്റെ പ്രശ്നമുള്ളതാണ്. എനിക്ക് നടുവിൻ്റെ പ്രശ്നമുള്ളപ്പം വന്നിട്ട് ആദ്യമായിട്ട് ടോണി പാസ്റ്റർ വന്നിട്ട് എനിക്ക് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ആ നടുവേദന വിട്ട് മാറിപ്പോയി. അന്നേരം എനിക്ക് കൂടുതൽ പറയുന്നത് വരുന്ന സമയത്ത് ബ്രദറിന് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ആ തലയ്ക്ക് വേദന ഉണ്ടായിരുന്നു, 2 പില്ലോ വെച്ചിട്ടാണ് കിടക്കുന്നത്. 2 പില്ലോ. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ബാക്ക് പെയിൻ പരിപൂർണമായിട്ട്, ആ നടുവേദന പരിപൂർണമായിട്ട് ഹീലായി. പിന്നെ എന്തൊരു മുഴയുണ്ട്, കട്ടി ഉണ്ടായിരുന്നല്ലേ? മുള ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉറുപ്പിലുണ്ടായിരുന്നതാ. അത് ഓപ്പറേഷൻ ചെഞ്ഞിട്ടും ശരിയായിട്ടില്ല, വീണ്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ ഇതിലെങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥനാ സമയത്ത് അത് കൈ വെച്ചു, അമ്മ പരിപൂർണമായിട്ട് മാറി, പൂർണ്ണമായിട്ടും അമ്മയുടെ സൗഖ്യമായെന്ന് പറയുന്നു. ഇന്ന് ആ സഭയിൽ വന്ന് യേശു ഉടനെ തൊട്ട് ഇന്ന് ആ കേസിനകത്തു നിന്നെല്ലാം പൂർണ്ണമായിട്ട് യേശു എന്നെ സ്വതന്ത്രമാക്കി. ഇപ്പോൾ ഒരു കേസ് പോലും ഇല്ല, കേസിനകത്ത് നിന്ന് കർത്താവ് സ്വതന്ത്രമാക്കി. ഇപ്പോൾ ഇവിടെ എൻ്റെ ലൈഫ്, ആ വീഡിയോ എടുത്തത് ഫോണിനകത്തുണ്ടല്ലേ? ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാവോ? ഇതാ ബ്രദർ പറയുന്ന ഒരു വീഡിയോ, സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം എനിക്ക് ഇപ്പൊ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയുണ്ട്? അല്ല, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. കൂടുതൽ വന്ന് എനിക്ക് ജീവിക്കണം, നല്ല പോലെ ഏസപ്പാടെ കൂടെ എന്നിട്ട് എന്നെ നോക്കുന്നവര് അടുത്തും ഞങ്ങൾ നല്ല ഒരു സാക്ഷിയായിട്ട് നിൽക്കണമെന്നുള്ളതാ. ഈ സാക്ഷ്യം വന്നിട്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിലെന്ന് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഈ കർത്താവിനെ എടുത്തിട്ട് എല്ലാവരും എന്നെപ്പോലെ എനിക്ക് തന്ന അത്ഭുതം നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ കർത്താവ് എടുത്തിട്ട് നിങ്ങൾ ജപിച്ചെങ്കിൽ നിങ്ങൾക്കും എന്നുള്ള അത്ഭുതം കിട്ടും. ഈ ഒരു മടങ്ങ് എന്നെ തട്ടി ബെസ്റ്റായിട്ട് ഇവർക്കും കിട്ടണം. അമ്മേ അത് പറയുന്നത് നിങ്ങളും പ്രാർത്ഥിച്ച യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. இன்னைக்கு 95 தையல் மட்டும்தான் தெரியும். ஆனால் நான் 80 கிலோ வெயிட் வச்சு தூக்குவேன். என்னுடைய கிருபை ஏசப்பா கூட கிருபை. 95 തയ്യൽ നെറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ എത്ര തയ്യലായിരുന്നു? 95. എത്ര കിലോ വെയിറ്റ് എടുക്കുന്ന പറഞ്ഞാൽ 85 കിലോ വെയിറ്റ് എടുപ്പേൻ. 95 തയ്യൽ നെറ്റിയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 80 കിലോ വെയിറ്റ് പോലും ആ തലയിൽ വെച്ച് ചുമക്കുമെന്നാണ് പറയുന്നത്. യേശു ചെയ്ത എത്ര വലിയ അത്ഭുതം. ആ യേശു നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
എത്ര പേർ ആഗ്രഹിക്കുന്നു അവർ മാത്രം ഒന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഓ എത്ര പേർ ഇത് വാഞ്ചിக்கிறீங்க അവர்கள் மட்டும் അന്യ ഭാഷയിൽ ഈ പദം വിട്ട് നിങ്ങൾ പുറത്തു പോകരുത്. ആമേൻ. ഈ വചനം വിട്ട് നിങ്ങൾ പുറത്തു പോകരുത്. വാർത്തയെ വിട്ട് നീங்க வெளியே போக கூடாது. അപ്പാ എന്റെ സമാഗമന കൂടാരത്തിനകത്ത് മേഘസ്തംഭം ഇറങ്ങണം. அப்பா என்னுடைய ஆசரிப்பு கூடாரத்துக்குள்ளே மேக ஸ்தம்பம் இறங்க வேண்டும். എന്റെ സമാഗമന കൂടാരത്തിൽ മേഘസ്തംഭം ഇറങ്ങട്ടെ. ஓ என்னுடைய ஆசரிப்பு கூடாரத்துக்குள் மேக ஸ்தம்பம் இறங்குவதாக. എന്റെ പ്രാർത്ഥനാ റൂമിൽ യാഹ്വേയുടെ മഹത്വം വെളിപ്പെടട്ടെ. ஓ என்னுடைய ஜெப அறைக்குள் யாவேனுடைய மகிமை வெளிப்படுவதாக. Christ generation, Christ generation, you are a son of God. நீங்கள் தேவபுத்திரர்கள். ക്രിസ്തുവിന്റെ തലമുറ ഒരു ജഡിക പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടവരല്ല. ക്രിസ്തുവിനുடைய தலைமுறை ഒരു മാംസപ്രകാരமான ജപം ജപിக்க വേണ്ടിയവர்கள் அல்ல. അവരൊരു വിഷയങ്ങളെ പറഞ്ഞു തീർക്കേണ്ടവരല്ല. അവர்கள் ഒരു വിഷയത്തെ சொல்லி முடிக்க വേണ്ടിയവர்கள். മഹത്വം വെളിപ്പെടാത്ത ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. மகிமை வெளியரங்கமாகாத ஒரு ஜெபத்துக்குள்ள நீங்க காம்ப்ரமைஸ் ஆக கூடாது. പറഞ്ഞേ ഞാൻ അതിനോട് കോംപ്രമൈസ് ചെയ്യത്തില്ലപ്പാ. ഓ ഞാൻ അതോട് കോംപ്രമൈസ് பண்ண മാട്ടേനപ്പാ. ജഡികമായ മാംസത്തിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ തൃപ്തിപ്പെടത്തില്ല. ഓ മാംസതനமான ஜெபத்திலே நான் திருப்தி அடைய மாட்டேன். I want to see your glory. ஓ எனக்கு உம்முடைய மகிமை காண வேண்டும். I want to see your glory. உம்முடைய மகிமை எனக்கு காண வேண்டும். Glory. உம்முடைய மகிமை. എത്ര പേർ ഡിക്ലെയർ ചെയ്യും, കർത്താവേ എൻ്റെ ഓർഡിനറി പ്രയറിനകത്ത്, എൻ്റെ മാംസത്തിലെ പ്രയറിനകത്ത് ഞാൻ ഇനി തൃപ്തിപ്പെടത്തില്ല. എനിക്കത് പോരാ, എനിക്കത് പോരാ, എനിക്കത് പോരാ. എനിക്ക് അങ്ങയുടെ മഹത്വം കാണത്തക്ക വിധം അങ്ങയുടെ മേഘസ്തംഭം എൻ്റെ പ്രാർത്ഥനാ റൂമിനകത്ത് ഇറങ്ങി വരണം. அப்பா இனி நான் என்னுடைய மாம்சமான ஜெபத்துக்குள்ள திருப்தி அடைய மாட்டேன். அப்பா என்னுடைய ஜெபத்தில் உம்முடைய மகிமை காணும் அளவு உம்முடைய மேக ஸ்தம்பம் இறங்கி வர வேண்டும். ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടന്നാൽ നീ അതിനകത്ത് തൃപ്തിപ്പെടുമായിരുന്നു. ആമേൻ. നേற்று വரைக்கும் നീ ജപിച്ച ജപത്തിൽ ഒരു അത്ഭുതം നടന്നാൽ തൃപ്തി അടയുവീങ്ക. കടബാധ്യത മാറാൻ പ്രാർത്ഥിച്ച ഒരു അത്ഭുതം നടന്നാൽ, ഒരു ചെറിയ അത്ഭുതം നടന്നാൽ നീ അതിനകത്ത് തൃപ്തിപ്പെടുമായിരുന്നു. കടൻ പ്രശ്നം വില്ലക നീ ഒരു ജപം ജപിച്ച് അതിലൊരു വിടുതൽ നടന്നാൽ തൃപ്തിപ്പെടുവീങ്ക. ഒരു ഫിനാൻസ് വരാൻ പ്രാർത്ഥിച്ച ഫിനാൻസ് വന്നാൽ ആ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരുന്നു. ആമേൻ. ഉനക്ക് ഒരു ആമേൻ പൊരുளாதார தேவை സന്ധിക്കപ്പെടുമ്പടിயாக ജപിത്ത அந்த தேவை സന്ധിക്കപ്പെട്ട അത് உங்களுக்கு സന്തോഷமாக இருந்தது. നിന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടന്നാൽ നീ അതിനകത്ത് സന്തോഷപ്പെടുമായിരുന്നു. ഉன்னுடைய ജപ വിഷയത്തിൽ ഒരു അത്ഭുതം നടന്നാൽ അതിൽ நீங்க സന്തോഷപ്പെടുവീങ്ക. അത് പുത്രത്വത്തിന്റെ പ്രാർത്ഥനയല്ല. சொல்லுங்க, அது കുമാരത്വത്തിന്റെ ജപമല്ല. അത് ആത്മാവിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല, തൃപ്തിയല്ല. അത് ആവിക്കുള്ള ഒരു തൃപ്തിയല്ല. അവൻ മാൻപേട നീർച്ചാലുകൾക്ക് വേണ്ടി കാംക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവ് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. ഓ മാൻകൾ നീരോടെ വാഞ്ചിപ്പത് പോലെ ഉങ്ങളുടെ ആവി ദേവ പ്രസന്നത്തിற்காக വാഞ്ചിക്കുന്നത്. ഹല്ലേലൂയ. ജാതികളും ഒരു വിഷയത്തിനകത്ത് അത്ഭുതം നടന്നാൽ അതിനകത്ത് അവർ സാറ്റിസ്ഫൈഡ്, അതിനകത്ത് അവർ തൃപ്തിപ്പെടുകയാണ്. പുറജാതികളും അവരുടെ ജപത്തിലെ ഒരു ബദൽ വന്നാൽ അവർകളും തൃപ്തി അടയുகிறார்கள். ഇന്ന് പകൽ പറഞ്ഞ ഇല്ലപ്പാ, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുക. എന്റെ ഒരേ ഒരു ലക്ഷ്യം ഇനി മഹത്വത്തിലുള്ള ഒരു ജീവിതം, തേജസ്സിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം. I want to see your glory. ആ മഹത്വത്തിൽ കാണുകയും ആ മഹത്വത്തിൽ നടക്കുന്ന അപ്പന്റെ ശബ്ദം കേൾക്കുന്ന ഒരു പ്രാർത്ഥന അന്തരീക്ഷം എന്റെ ജീവിതത്തിൽ തുറക്കപ്പെടട്ടെ. அப்பா இதில் நான் திருப்தி அடைவதில்லை. இனி அப்பாவினுடைய மகிமை காண்கிற ஒரு வாழ்க்கை, உம்முடைய மகிமையில் பிரவேசிக்கிற ஒரு வாழ்க்கை, அது என்னுடைய வாஞ்சியாக இருக்கு. ഹല്ലേലൂയ. ആമേൻ. അവിടെ മോശ പ്രാർത്ഥിച്ചു എന്നല്ല പറയുന്നത്, മോശ ജനങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞു എന്നല്ല പറയുന്നത്, മോശ തൻ്റെ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു എന്നല്ല പറയുന്നത്. ആ സെക്കൻഡ് തൊട്ട് വചനം പറയുക, യഹോവ മോശയോട് സംസാരിച്ചു. ஹல்லேலூயா. அந்த இடத்திலே மோசே தன்னுடைய பிரச்சனைகளை சொன்னான், மோசே ஜனத்தினுடைய விண்ணப்பத்தை சொன்னான் என்றல்ல, அந்த இடத்தில் வசனம் சொல்கிறது, அந்த நேரத்தில் இருந்த கர்த்தர் மோசேயோடு മക്കളെ, എത്ര അത്ഭുതകരമായ എത്ര മഹത്വകരമായ ഒരു സമയമാ യാഹ്വേ മോശയോട് സംസാരിച്ചു.
ஆமென். எவ்வளவு மகிமையான அனுபவம் அது. யாவே மோசையோடு கூட பேசின அனுபவம். ആമേൻ. എത്ര മഹത്വകരമായ ഒരു സമയമാ. വചനം പറയുക, യഹോവ മോശയോട് സംസാരിച്ചു. ஆமென். எவ்வளவு மகிமையான அனுபவம் அது. வசனம் சொல்கிறது கர்த்தர் മോശയോട് പേசி. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇത് ക്രൈസ്റ്റ് ജനറേഷനകത്ത് പറയുന്നത് എന്തിനുകൊണ്ടാണെന്നറിയാമോ? ഇതിനകത്ത് ഈ തലം ഇന്ന് പകൽ തുറക്കാൻ പോകുകയാണ്. ஓ, இன்னைக்கு கிரைஸ்ட் ஜெனரேஷனோடு இது ஏன் கர்த்தர் சொல்கிறார் என்று சொன்னால், இந்த ஒரு ஆவிக்குரிய மண்டலம் கிரைஸ்ட் ஜெனரேஷனுக்காக கர்த்தர் திறக்கிறார். ഓ, ഇതിനകത്ത് ഇങ്ങനെ ഒരു റിലം ഇന്ന് പകൽ തുറക്കുക. പിടിക്കേണ്ടവർ, ആഗ്രഹിക്കേണ്ടവർ അതിനെ ചാടി പിടിച്ചു തുടങ്ങിക്കോ. ஆமென். இன்னைக்கு அதை பெற்றுக்கொள்ள வேண்டியவர்கள் அதை பிடித்துக் கொள்ளுங்க. இப்படி ஒரு ஆவிக்குரிய மண்டலம் கிரைஸ்ட் ஜெனரேஷனுக்காக. ഇത്രയും നാളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ നീ മടുത്തു പോകുമായിരുന്നു, നിനക്കൊരു ഡ്രൈനസ് ഫീൽ ചെയ്യുമായിരുന്നു. എന്നാൽ ഇനി നിന്റെ പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിഞ്ഞാലും നിനക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ ഒരു മഹത്വം നിന്നെ വന്ന് മൂടാൻ പോകുകയാ. கடந்த நாட்களில் கொஞ்ச நேரம் ஜெபிக்கும் போது உங்களுக்கு ஒரு வறட்சி, உங்களுக்கு ஜெபிக்க முடியாத சூழ்நிலை இருக்கலாம். ஆனால் இனி நாட்கள் முடிந்தாலும் உங்களுடைய ஜெபம் நின்று விடாத அளவுக்கு ஒரு மகிமை உங்களை மூடுகிறது. ഇനിയുള്ള നിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഞാൻ പറയട്ടെ. എത്ര പേർ അതിനെ ചാടിപ്പിടിക്കാൻ റെഡിയാ? അമ്മേ, ഇനിയുള്ള ഉങ്ങളുടെ ജപത്തിനുடைய ഒരു വിശേഷ കാര്യം சொல்லவா? എത്ര പേർ அதை പിടിച്ചുകൊള്ള റെഡിയാ ഇരിക്കുന്നു? എത്ര പേർ അതിനെ ചാടിപ്പിടിക്കാൻ റെഡിയാ? എത്ര പേർ அதை തപ്പി പിടിച്ചുകൊള്ള റെഡിയാ ഇരിക്കുന്നു? അവൻ ഇനിയുള്ള നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, ഇനിയുള്ള ഉങ്ങളുടെ ജപത്തുക്കുള്ളേ നീ ഈ ഭൂമിയിലെ കാര്യങ്ങൾ അപ്പനോട് പറയുകയല്ല, അപ്പൻ സ്വർഗത്തിലെ മർമ്മങ്ങളെ, സ്വർഗത്തിലെ രഹസ്യങ്ങളെ നിന്നോട് ഇടപെടാൻ പോകുകയാണെന്ന്. ഇനി നിങ്ങൾ ഉങ്ങളുടെ ജപത്തിലെ ഭൂമിയിലെ വിഷയങ്ങളെ അപ്പാവിടത്തിലെ சொல்ல மாட்டார். ஆமென். பரலோகத்தினுடைய விஷயங்களை அப்பா இனி உங்களுக்கு வெளிப்படுத்தி தர போகிறார். ഞാൻ ഈ വചനം ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാ. இந்த வார்த்தை இந்த இடத்தில் நாங்கள் அறிக்கை ഞാൻ ഈ വേർഡിനെ ഇവിടെ തുറന്നു തരികയാ. இந்த ആവിക്കുரிய മണ്ഡലം இந்த இடத்தில் நாங்கள் പ്രാപിക്കേണ്ടവർ അതിനെ പ്രാപിച്ചോ? பெற்றுக்கொள்ள வேண்டியவர்கள் ആരൊക്കെ മേൽ അത് പകരപ്പെടുന്നത് ഞാൻ കാണുന്നു. யார் மீதெல்லாமோ அது பகரப்படுவது, ആരൊക്കെ മേൽ ഇത് പകലത് വെളിപ്പെടുകയാ. யார் மீதெல்லாமோ இந்த பிற்பகல் அது வெளிப்படுகிறது. വചനം പറയുന്നു, വാർത്ത சொல்கிறது, സ്വർഗ്ഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. பரலோக ராஜ்யத்தினுடைய ரகசியங்களை அறிய உங்களுக்கு வரம் கிடைத்திருக்கிறது. സ്വർഗ്ഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ അറിയുവാൻ വരം പ്രാപിച്ചവർ, വരം ലഭിച്ചവർ അവർ വെറുതെ ഇരിക്കത്തില്ല. അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. അവരുടെ മേലൊരു അഭിഷേകം വെളിപ്പെടും. നിന്റെ പ്രാർത്ഥനയുടെ തലം മാറുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് പ്രതികരിച്ചേ. உன்னுடைய ஜபத்தினுடைய தலங்கள் மாறும் என்று உறுதியுள்ளவர்கள் மட்டும் ஜெபிக்க ஆரம்பிக்கும். മറ്റുള്ളവർ ചോദിക്കും, നീ എവിടെ പോയിട്ട് വരികയാ? மற்றவங்க கேட்பாங்க, நீ எங்க போயிட்டு வர்ற? ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരികയാ. ஆமென். நான் ഒന്ന് ജപിച്ചിട്ട് വர்ற. ചോദിക്കും, നീ എവിടെ പോയിട്ട് വരികയാ? നീ എങ്ക പോയിട്ട് വர்ற? ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരികയാ. நான் ഒന്ന് ജപിച്ചിട്ട് വர்ற. നീ എന്താ ദൈവത്തോട് പറഞ്ഞേ? ആമേൻ. നീ എന്ന കാണുന്നവർ ചോദിക്കും, നീ എന്താ ദൈവത്തോട് പറഞ്ഞേ? നീ എന്ന കർത്തൃടത്തില് சொன்ன? ഞാൻ ഈ ഭൂമിയിലെ കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ സ്വർഗത്തിലെ രഹസ്യങ്ങളെ അപ്പൻ എന്നോട് പറയുകയായിരുന്നു. நான் இந்த பூமியில விஷயங்களை எதுவுமே சொல்லவில்லை, ஆனால் பரலோக விஷயங்களை அப்பா என்னிடத்திலே சொன்னார். ഈ തലം ക്രൈസ്റ്റ് ജനറേഷനകത്ത് കർത്താവ് തുറന്നു തരുന്നു. இந்த ஒரு ஆவிக்குரிய மண்டலம் கிரைஸ்ட் ஜெனரேஷன் மீது கர்த்தர் திறக்கிறார். എന്റെ കൈവെപ്പിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട. ആ റിലം ഇവിടെ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം ആ ഗ്ലോറി റിലം നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് ഞാൻ കാണുകയാ. எவ்விதமாக பேதுரு, யோவான், யாக்கோபு, மோசேயும் ஏலியாவையும் மறுரூபம் அடைந்த இயேசுவையும் கண்டதோ, இதுபோல இந்த நாட்களில் நீங்க சாட்சி சொல்கிற அளவுக்கு அந்த ஸ்பிரிச்சுவல் லைஃப், ஹalleluya, இப்பொழுதே ஆமென், ஹalleluya, சில நபர்களுடைய கண்கள் திறக்கப்படுகிறது. பரலோக தரிசனங்கள், பரலோக காட்சிகள், பரலோகத்தை காண்கிற நிலவரத்துல சிலது உங்களுக்குள்ள ஆக்டிவேட் ஆகிறது. நான் பார்க்கிறேன் சில பரலோக தூதர்கள் உங்களுடைய காதுகளை தொடுகிறது. அப்பாவினுடைய சத்தத்தை கேட்க, யாகவேனுடைய சத்தத்தை கேட்க உங்களுடைய ஆவிக்குரிய காதுகள் திறக்கிறது. இது சில ஆக்டிவேஷன் டைம் என்று
பரிசுத்தாவியானவர் சொல்கிறார். சிலது இப்பொழுது கிரைஸ்ட் ஜெனரேஷன் ஆக்டிவேஷன் ஆகிறது. இதுவரைக்கும் செயல்படாத சில உறுப்புகள் இன்றைக்கு செயல்படுகிறது. இதுவரைக்கும் திறக்கப்படாத சில கண்கள், இதுவரைக்கும் திறக்கப்படாத சில காதுகள் திறந்து ஸ்பிரிச்சுவல் ஆக்டிவேஷன் நடக்கிறது. ஸ்பிரிச்சுவல் ஆக்டிவேஷன் இந்த இடத்தில் செயல்படுகிறது. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം നമ്മോട് ഇങ്ങനെ പറയുകയാണ്: കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്ന്. ഇന്ന് ഈ അത്ഭുത സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കൾ അമ്മേ എത്ര പേർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാകുന്നത് കൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കുന്ന കർത്താവാണെന്ന്. അങ്ങനെ ഇന്നൊരു അത്ഭുത സാക്ഷ്യം ആശാദീകയുടെ അത്ഭുത സാക്ഷ്യം നമ്മളിന്ന് കേൾക്കാൻ പോവുകയാണ്. அக்கா சொல்லுங்க, கர்த்தவங்களோட வாழ்க்கையில என்ன பெரிய அற்புதத்தை செய்த? கர்த்தருக்கு சூத்திரம். எனக்கு திடீர்னு ஒரு தலைச்சுத்து இருந்துச்சு, ஒரு வாந்தி வந்துச்சு. அப்போ என்ன செய்யறதுன்னு எனக்கு தெரியாமல் வீட்டில் யாருமே இல்லை. എത്ര നാൾ എപ്പടി உங்களுக்கு 6 നാൾ இருந்துச்சு വീട്ടിലേயே. ഓക്കെ. ഒക്കെ പറയുന്നത് 6 ദിവസമായിട്ട് നിരന്തരമായിട്ട് അക്കയ്ക്ക് ഛർദിലും ശാരീരികമായ ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. அப்புறம் அக்கா எனக்கு எந்திரிச்சு நடக்க முடியாது, ஊந்து தான் போவேன். அப்போ 6வது நாள் அம்மாவை கூப்பிட்டு அப்போ அம்மா ஜெபிச்சிச்சு. எங்களுக்கு ஜெபிக்கும் போது ஒரு கிளாஸ் தண்ணி நான் குடிக்கும்போது வாந்தி இல்லை எனக்கு. மறுநாள் தேனிக்கு மீட்டிங் போகணும்னா அண்ணன் ட்ரெஸ் எல்லாம் எடுத்து அயன் பண்ணி வச்சுட்டு போகணுங்கும்போது எனக்கு ஒன்றும் முடியல. அப்போ அண்ணன் என்னை தூக்கி கொண்டு போச்சு. அந்த நைட்டு ஒரு நாள் என்னச்சு, போகிறதுக்கு முதல் நாள் 12 மணிக்கு நைட்டு எனக்கு வாந்தி பண்ண ஊந்து தான் போய் அண்ணன் பின்னாலே வரும். அப்போ போய் நான் வாந்தி பண்ணிகிட்டு இருக்கும்போது அண்ணன் நின்றுக்கிட்டு இருந்தது, திடீர்னு கீழே விழுந்தாச்சு 12 மணிக்கு. அப்போ என்ன செய்ய அப்படின்னு எனக்கு தெரியல. அப்போ நான் ஒரே வார்த்தை சொன்னேன், ஆண்டவரே எனக்கு எந்திக்க முடியாது, தூக்க முடியாது அப்படின்னு சொன்னேன். அண்ணன் எஞ்சி முடிச்சு பார்த்தாரு. அப்போ நான் ஆண்டவரை ரொம்ப நினச்சேன். மறுநாள் என் ஹாஸ்பிட்டல் ட்ரீட் பண்ணாங்க. அப்போ எல்லாரும் சொன்னாங்க, உனவைய நம்ப முடியாது, இல்லை இறந்து உயிர் வந்துட்டாங்க. അതെ, നോക്കണം. ഈ സിസ്റ്റർ പറയുന്ന സാക്ഷ്യം ഇതാണ്. അക്കയ്ക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ വോമിറ്റിങ് കൂടി നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിലത്ത് ഇഴഞ്ഞ് പോയാണ് വോമിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ 6 ദിവസം നിരന്തരമായിട്ട് വോമിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു, വെള്ളം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നോക്കണം പ്രിയ മക്കളെ, ഒരു ദിവസം രാത്രി 12 മണി ആയപ്പോൾ സഹിക്കാൻ വയ്യാത്ത വോമിറ്റിങ്ങും ബുദ്ധിമുട്ടും എല്ലാം കാരണം നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പൊക്കിയെടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൽ കണ്ടു നിൽക്കുന്നവർ പറയുകയാണ്, ഇനി ജീവിക്കുമോ എന്നറിയത്തില്ല എന്ന് പോലും പറയത്തക്ക രീതിയിൽ അത്രയ്ക്ക് വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് ഒക്കെ കടന്നുപോയി. എന്നാൽ ഹോസ്പിറ്റലിൽ என்ன நடந்ததா? ஹாஸ்பிட்டல் போனோடனே எனக்கு சேர் கொண்டு என்னையை தூக்கி போனாங்க. போய் என்னென்ன பார்க்கணுமோ எல்லாம் பார்த்தாங்க. பார்த்துட்டு என்னை ஐசியூவில் கொண்டு போய் 10 பாட்டில் குளுக்கோஸ் ஏற்றினாங்க. பின்ன ஊசியை எப்படி போனோம் போட்டுட்டு போட இடமில்லன்னு வயிற்றுல கூட ஊசியெல்லாம் போட்டாங்க. அப்போ டாக்டர் மறுநாள் சொன்னார், எந்திரிச்சு நடந்துருங்கம்மா அப்படின்னாங்க. இப்போ எனக்கு எந்திரிக்க முடியாதுன்னு டாக்டர் பிடிச்சி என்னை இறக்கி விட்ட உடனே எனக்கு நிற்க முடியல. அப்போ அந்த டாக்டர் மறுபடி சிஸ்டரை கூப்பிட்டு சேர் எடுத்து போடுங்க அப்படின்னு அவரை என்னை கட்டில் தூக்கி கூப்பிட்டு போயிடுச்சு. மறுநாள் நான் வரும்போது நடக்கணும் நான். அப்போ நான் ஜெயிச்சுக்கிட்டே இருந்தேன். அப்போ அந்த தைரியத்தில் மறுநாள் எனக்கு அப்போவுமே ஏதோ ஒன்று செஞ்சிச்சு. காலையில் எந்திரிச்சு நடந்துடலாம்னு நானும் டாக்டர் ஒன்று எந்திரிச்சேன். எழுந்திரிச்சு நின்று பார்த்தேன். இறங்கி டாக்டர் இறங்க வேண்டாம் நேரம் நான் இறங்கி நின்னேன். ஆனால் எனக்கு நிற்க முடியல. டாக்டரே பிடிச்சாரு. நான் வீட்டுக்கு போகணும் அப்படிங்கிற ஒரு தைரியத்தில் நான் இறங்கினேன். அப்போ ஆண்டவரை நான் நினச்சேன், எனக்கு இப்படியெல்லாம் இருக்குது, நான் வீட்டுக்கு போவேன்னா போக மாட்டாங்க அப்படிங்கிற ஒரு உறுதி எனக்கே இல்லை. அப்படியெல்லாம் இருந்தேன். ഒക്കെ പറയുന്നത് അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും ഒന്ന് ഇറങ്ങി നിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ശരീരത്തിനകത്ത് ബലഹീനതയാണ്. ഡോക്ടർ ഒന്ന് പിടിച്ചിറക്കാൻ നോക്കി, പക്ഷെ അപ്പോൾ പോലും നിൽക്കാൻ കഴിയാത്തതുപോലെ തളർച്ചയും ക്ഷീണവും ഒക്കെയായിരുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ധൈര്യം ശരീരത്തിനകത്ത് വരുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തു. അതുക്കപ്പുറം ഉങ്ങളാൽ നടക്ക മുടിഞ്ഞതാ?
அதுக்கப்புறம் நான் தைரியத்தோடு ஆண்டவர்கிட்ட ஜெபம் பண்ணிக்கிட்டே நடந்தேன். அந்த கட்டிலும் இந்த கட்டிலும் பிடிச்சு நடந்தேன். மறுபடியும் நான் வீட்டுக்கு போகிறோம் நானே டாக்டர்கிட்ட கேட்டேன். டாக்டர் சரி போங்க அப்படின்னு எனக்கு 10 நாள் லீவு கொடுத்து பேர் போட்டு வீட்டுக்கு அனுப்பிட்டு ஒரு சப்போர்ட்டில் தான் நீங்கள் நடக்கணும் அப்படின்னாங்க. அப்போ வீட்டில் வந்து எனக்கு அண்ணன் வந்து கம்பியெல்லாம் கட்டி கொடுத்து, அண்ணன் வேலைக்கு போகுதுனால யாரும் வீட்டில் இல்லை, கம்பியெல்லாம் கட்டி கொடுத்து நடந்தேன். பையா நடந்தால் ஒரு ஏதோ ஒரு சப்போர்ட்டில் பிடிச்சி ஒரு தடவை தான் போக முடியும், மறுபடியும் எனக்கு திருப்பி இங்கிட்டு வர முடியாது. அப்படி சமயத்தில் அண்ணன் என்னை காலையில் கொண்டு போய் தீயை போட்டு சூட்டுக்கு உட்கார வச்சுட்டு அண்ணன் மூணார் எங்கேயும் போயிட்டு யாரும் கூப்பிட்டாங்கன்னு போயிட்டு வரது வரைக்கும் அங்கே தான் இருப்பேன். மறுபடியும் எனக்கு எழுந்து போக முடியாது. அண்ணன் வந்து மறுபடியும் கூட்டிகிட்டு போய் தான் என்னை கட்டில் போய் விடணும். அப்போ ஃபாஸ்ட்டு நீங்கள் எல்லோரும் வந்து என்னை ஜெபிக்க வந்தீங்க. எனக்கு வந்து 10 அடிக்கு அங்கிட்டு வார ஆள் யாருன்னு தெரியாது. എന്നാൽ വീട്ടിൽ വന്നിട്ടും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വീടിനകത്തൊന്ന് പിടിച്ച് നടക്കുവാനായിട്ട് കമ്പിയൊക്കെ വെച്ച് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ബെഡ്റൂമിൽ നിന്നും ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ കിച്ചണിലേക്കോ ഒക്കെ പോകുവാൻ കമ്പി കെട്ടി അതിൻ്റെ സഹായത്തോടെയാണ് ഒക്കെ പിടിച്ച് നടന്നുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ അടുത്ത ദിവസം ഞങ്ങൾ അദൃശ്യമായിട്ടൊന്നുകൂടെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ്. കമ്പിയിൽ പിടിച്ച് മാത്രം നടക്കാൻ കഴിയുന്ന ഒരവസ്ഥ. അപ്പോൾ എന്നെ நடந்துச்சு. யார் வந்தாலும் கூட எனக்கு தெரியாது. ஆனால் வார அந்த கலருக்கு மாத்திரம் தெரியும் எனக்கு. ஆனால் நீங்கள் வந்தபோது கூட நான் பார்த்துக்கிட்டே இருக்கேன், கலராக வராங்க. ஆனால் யார் வராங்கன்னு எனக்கு தெரியல. பக்கத்தில் வந்தும் கூட உங்களை நான் தெரியல. ஆனால் நீங்கள் வந்து பேச்சு கொடுத்த உங்கள் குரலை பார்த்து தான் நான் இது பாஸ்டர் വന്നിരിക്കാറാന്ന് ഞാൻ കേട്ടேன். നോക്കണം പ്രിയ ദൈവമക്കളെ, ആ സമയത്ത് ഇത്രയധികം ശാരീരിക ബുദ്ധിമുട്ടാണ്. അക്കയ്ക്ക് ദൂരത്തുനിന്ന് വരുമ്പോൾ ആരാണെന്ന് ആളുകളെ ഐഡൻറ്റിഫൈ പോലും ചെയ്യാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ട്. കളറുകൾ മാത്രം തിരിച്ചറിയാൻ കഴിയും. ഞങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ പോലും ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല ശബ്ദം കൊണ്ടാണ് പാസ്റ്റാണ് വന്നിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത്രയും ഒരു ഏറ്റവും മോശമായൊരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ കാണുന്നത് ആ സമയത്ത്. അപ്പോൾ எல்லாரும் வந்து ஜெயிச்சிங்க. இப்போ மறுநாள் நான் சொன்னேன், எனக்கு இப்போ நல்லா இருக்குது, நான் எந்திரிச்சு நானாக நடந்துருவேன் அப்படின்னு. அப்போ அண்ணன் சொன்னார், சரி முடிஞ்சா நீ நடந்து வரு அப்படின்னு. இப்போ பையா எனக்கு நீங்கள் வந்து ஜெயிச்சு போன பிறகே நான் சிவரை பிடிச்சி நான் நடக்க தொடங்கிட்டு அப்போ என்னைய சொன்னாங்க 5 மாதம் ஆகும் சர்ச்சுக்கு வர அப்படின்னு. எனக்கு ஒரு ஆர்வம், நான் போகணும் சர்ச்சுக்கு, என்னை எப்படி தூக்கினாலும் போங்க அப்படிங்கிற நிலைமையில் நான் சொல்லிக்கிட்டு இருந்தேன். ஆனாலும் எனக்கு வந்து ஜெபிக்கிறவங்க உங்கள் ஜெபத்தை ஆண்டவர் கேட்டார். என்னை வந்து பார்க்க வந்த மக்களும் கேட்டு வந்தாங்க. எல்லாரும் எப்படி இருக்காங்க வந்து பார்த்துட்டு போனவங்கலாம் இது நம்ப முடியாது அப்படின்னு எஸ்டேட் ஆளுகளும் சொல்லியாச்சு. சர்ச்சிலேருந்து என்னை தெரிஞ்சவங்க வந்து பார்த்தாங்க. அண்ணன் வந்து யார்ட்டையுமே சுகமில்லை அப்படின்னு சொல்லலை, ஆதிபத்துக்கு தெரியாது. எனக்காக எல்லாரும் ஜெபிச்சாங்க. அதை ஆண்டவர் சத்தத்தை கேட்டார், எனக்கு ஜீவனை கொடுத்துருக்காரு. ஆனால் 2 மாதமாக அண்ணன் தான் எனக்கு தலை கூட வாரி விடணும். எனக்கு ஒன்றும் செய்ய முடியாது. அண்ணன் தான் 2 நேரம் சமையலை கொடுப்பாரு. ஒரு நேரம் வந்து அண்ணனோட தங்கச்சி மகன் வந்து எனக்கு சாப்பாடு கொடுத்து அப்படித்தான் நான் இருந்தேன். வீட்டில் ஆளே இல்லாமல் ஆண்டவரோடு தான் நான் பேசிக்கிட்டு இருந்தேன். அப்படி நெருங்கினேன் நான் கொஞ்ச நாள். இப்போ வேற நான் ஆண்டவரோட ரொம்ப நெருங்கிக்கிட்டே தான் இருக்கேன். அதுக்கப்புறம் பரிபூர்ணமான ஒரு சுகத்துக்குள்ள ஆண்டவர்களை கொண்டு வந்து ஆண்டவர் என்னை நல்ல ஒரு நடமாட்டத்துக்கு 2 மாதம் கழிஞ்ச உடனே நான் சர்ச்சுக்கு வந்துட்டேன். 5 மாதம் ஆனாலும் வர முடியாது அப்படிங்கிற இருந்தேன். ஆனால் உங்கள் ஜெபத்தில் ഇനി ആണ്ടവർ വന്ന് ചർച്ചയ്ക്ക് വന്ന് സ്റ്റെപ്പ് കയറി ആരും എന്നെ പിടിക്കാൻ വേണ്ടാമെന്ന് 2 മാസത്തിൽ എന്നെ മേലെ വന്നിട്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ജീവിതത്തിൽ മാറ്റങ്ങളും ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാനായിട്ട് ആരംഭിച്ചു. ഒക്കെ പറഞ്ഞ് 5 മാസത്തിന് ശേഷമേ ഇനി വീണ്ടും എന്തെങ്കിലും ജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ ഒന്ന് നടന്ന സ്റ്റെപ്പ് കയറുവാനൊക്കെയുള്ള സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു പരിപൂർണമായ സൗഖ്യത്തിലേക്ക് വരുവാൻ, തന്നെത്താൻ നടന്ന ആരുടെയും സഹായമില്ലാതെ ചർച്ചിലേക്ക് വരുവാനൊക്കെ കർത്താവ് സഹായിച്ചു. ഒരു പരിപൂർണ്ണ സൗഖ്യം. ഇപ്പം നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ പരിപൂർണமான சரீரம் நல்ல ஒரு பலத்தை கொடுத்துருக்காரு. எனக்கு நடக்கிறதுக்கு நல்ல ஒரு ஆரோக்கியத்தை கொடுத்துருக்காரு. நான் ஆண்டவரை நேசிக்கிறதுக்கு எனக்கு நல்ல ஒரு தைரியம், நல்ல ஒரு பலத்தை கொடுத்துருக்காரு. அதனால் இப்போ எனக்கு வேலை செய்யறதுக்குலாம் நல்ல தைரியம் இருக்குது. வெயிட்டெல்லாம் எனக்கு முதல்ல தூக்க முடியாது, குனிய முடியாது, கை மேலே தூக்க முடியாது. சர்ச்சிட்ட வந்து பாஸ்டர் ப்ரேயர் பண்ணும்போது கை தூக்கும்போது கை தூக்குனேன், நல்லா கை தூக்கிட்டேன். இப்போ எனக்கு அதெல்லாம் നല്ല ആരോഗ്യமாக தான் இருக்குது, ഒരു പ്രശ്നവും ഇല്ല. ഇന്ന് പരിപൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഒക്കെ കർത്താവ് സൗഖ്യമാക്കി. ഈ യേശു നിങ്ങളുടെ ജീവിതത്തിലകത്തും നിങ്ങളുടെ ഏത് ബലഹീനതയും നിങ്ങളെയും സൗഖ്യമാക്കും. നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഈ യേശു ശക്തനാ. இந்த சாட்சியத்தை கேட்குற ஒவ்வொரு நபர்கிட்ட நீங்கள் என்ன சொல்ல விரும்புகிறீங்க? நான் என்ன சொல்லுவேன்னா, ஆண்டவரை தெரியாதவங்க எல்லாரும் இன்னும் தெரிஞ்சுக்கிறணும். நான் அவ்வளோ ஒரு சுகத்தில் நான் ஆகிட்டேன். எனக்கு நல்ல ஒரு பலத்தில் என்னை ஆரோக்கியமாக வச்சுருக்காரு ஆண்டவர். அதற்காக ஆண்டவருக்கு நான் நன்றி சொல்லுவேன். அதே போல் இருக்கிற தெரியாத மக்கள்லாம் இன்னும் தெரியட்டும். நான் என்ன மாதிரியே எல்லா மக்களும் தெரிஞ்சு இவங்களை சுகமாக்குனது போல் எங்களையும் சுகமில்லாதவரும் சுகமாக்குவார் என்று தெரிஞ்சு வரணும். ஆமென். அக்கா പറഞ്ഞതാണ്
ഇതുപോലെ യേശുവിനെ അറിയാത്ത ഒത്തിരി പേര്, യേശു സൗഖ്യദായകനാണ്, യേശുവിനെ വിടുവിക്കാൻ കഴിയും എന്നറിയാത്ത ഒത്തിരി ജനങ്ങൾ ഇവർ നിശ്ചയമായും യേശുക്രിസ്തുവിനെ അറിയണം, യേശുക്രിസ്തുവിൻ്റെ വിടുതൽ അവരുടെ ജീവിതത്തിലും അനുഭവിക്കണമെന്ന്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എത്ര പേർ ഈ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു? ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്യുവാൻ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നിശ്ചയമായും നിങ്ങൾ മറ്റൊരു സാക്ഷിയായിട്ട് മാറും. ഗോഡ് ബ്ലെസ് യു. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளிலும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளிலும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.